അവിടെ വെച്ച് ദൈവം പറഞ്ഞു, നീ ഉപായക്കാരൻ അല്ലെങ്കിൽ സ്വയാശ്രയക്കാരനായ യാക്കോബ് എന്നല്ല നീ ഇനി അറിയപ്പെടുന്നത്, നിന്റെ പേരാണ് ഇസ്രായേൽ എന്നറിയപ്പെടുന്നു. ഇസ്രായേലിന് ഒരുപാട് മീനിങ് ഉണ്ട്, നമുക്കറിയാം. ദൈവം വാദിക്കുന്നു എന്നൊരു മീനിങ് ഉണ്ട്. കാരണം ദൈവം അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അതുപോലെ ദൈവത്തിൻ്റെ സ്വന്തം ജനത, ദൈവം വാദിക്കുന്നവർ, ഇങ്ങനെയൊക്കെ ഇസ്രായേലിന് അർത്ഥമുണ്ട്. അപ്പോൾ ഈ ഇസ്രായേൽ എന്നുള്ള പേര് കൊടുത്തതിന് ശേഷം ദിവൻ വീണ്ടും അവിടെ നിന്ന് ഏശവനെ പേടിച്ച് ഓടിപ്പോകാതിരിക്കാൻ ദൈവം ഇവൻ്റെ കാലിൽ ഒരു തൊടുയിൽ തൊട്ടു. അങ്ങനെ ഇവൻ്റെ കാൽ അവിടെ വെച്ച് ഉളുക്കിപ്പോയി. അന്നു മുതൽ ഇവൻ ഈ വടിയിലാണ് ആശ്രയം. ഈ വടിയില്ലാതെ അവന് പിന്നെ മുമ്പോട്ട് പോകുവാൻ സാധിക്കാതെ വന്നു. ഈ വടിയിട്ടാണ് പിന്നീടുള്ള അവൻ്റെ ആ മിസ്രൈമിലെ യാത്ര വരെ എത്തിയത്. അവസാനം ഈ വടിയിൽ, അവസാന കാലഘട്ടത്തിൽ ഈ വടിയിൽ അവൻ ഊന്നി നിന്നുകൊണ്ടാണ് ഈ ജോസഫിൻ്റെ മക്കളായ മനശ്ശെയും എഫ്രൈമിനെയും അവൻ അനുഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ യാക്കോബിൻ്റെ ഈ വടി യഥാർത്ഥത്തിൽ യാക്കോബ് തിരിഞ്ഞു നോക്കുമ്പോൾ യാക്കോബിൻ്റെ ദൈവവുമായിട്ടുള്ള യാക്കോബിൻ്റെ ബന്ധത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു വടിയായിട്ട്